ഓക്കെ, ഗുഡ് മോർണിംഗ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൈസിങ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ പ്രൈസിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. വാട്ട് ഈസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? Price discrimination is a pricing strategy according to which a retailer sells the same product at different prices to different consumer groups. എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ? ഒരേ പ്രോഡക്റ്റിനെ എന്ത് ചെയ്യുന്നു? റീറ്റെയിലേഴ്സ് ഒരേ പ്രോഡക്റ്റിനെ ഡിഫറെൻറ്റ് കൺസ്യൂമർ ഗ്രൂപ്പ്സിൽ എന്ത് ചെയ്യുന്നു? ഡിഫറെൻറ്റ് പ്രൈസിൽ വിൽക്കുന്നു. അതിനാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അതായത് ഒരു പ്രോഡക്റ്റിന് ഒരേ പ്രൈസിലാണ് വിൽക്കേണ്ടത്. ശരിക്കും നോർമലി അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം ഒരു പ്രോഡക്റ്റിനെ ഡിഫറെൻറ്റ് പ്രൈസസിൽ ഡിഫറെൻറ്റ് കൺസ്യൂമർ ഗ്രൂപ്പ്സിൽ സെല് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസിൽ ഡിസ്ക്രിമിനേഷൻ വരുത്താം. ഓക്കെ, ദ റീറ്റെയിലർ sets the price based on the assumption that the customer is willing to pay the price the retailer offers. അതായത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് റീറ്റെയിലർ എന്താ വിചാരിക്കുന്നത്? അയാൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസിൽ കൺസ്യൂമേഴ്സ് ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യുമെന്നാണ് അയാൾ ചിന്തിക്കുന്നത്. ഓക്കെ, അത് വില്ലിങ് ടു പേ ആണെന്നാണ് അയാൾ വിചാരിക്കുക. ആ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് പ്രൈസസിൽ അയാൾ പ്രോഡക്റ്റിനെ സെല് ചെയ്യുന്നത്. അതിനാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? It is perfect price discrimination is a situation in which the retailer charges the maximum possible price from the customers willing to pay from each unit consumer. അതായത് അയാൾ മാക്സിമം പോസിബിൾ പ്രൈസ് ഫിക്സ് ചെയ്യും. അയാൾ ഒരു പ്രോഡക്റ്റിന് മേലെ എത്ര ഇടാൻ പറ്റുമോ അത്രയും മാക്സിമം പ്രൈസ് ഇട്ടിട്ട് കൺസ്യൂമേഴ്സ് വില്ലിങ് ടു പേ, അതായത് കൺസ്യൂമേഴ്സ് വാങ്ങുന്നുള്ള ധാരണയിൽ ഒരു പ്രോഡക്റ്റിന് മേലെ അയാൾക്ക് ഇടാൻ പറ്റുന്ന മാക്സിമം പ്രൈസ് ഇട്ടിട്ട് ആ പ്രോഡക്റ്റിനെ സെല് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഡക്റ്റിന് മുകളിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് ഇടുന്നത്. സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? റീറ്റെയിലർ ചാർജസ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് കൺസ്യൂംഡ് ബൈ ദ കസ്റ്റമേഴ്സ് ലൈക്ക് അതായത് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊരു പ്രോഡക്റ്റ് അത് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റിയിലായിരിക്കും ചിലപ്പം ഓരോരോ കൺസ്യൂമേഴ്സ് ബൈ ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി ബേസിൽ അയാൾ എന്ത് ചെയ്യും? പ്രോഡക്റ്റിന് പ്രൈസിൽ ചേഞ്ച് വരുത്താം. അതിനാണ് സെക്കൻഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ബേസിലായിരിക്കും കൺസ്യൂമേഴ്സിന് പറ്റിക്കുക. അതായത് ഓരോ കൺസ്യൂമേഴ്സ് ഓരോ ക്വാണ്ടിറ്റി വാങ്ങുന്നതനുസരിച്ച് ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്തിട്ട് പ്രോഡക്റ്റിനെ സെല് ചെയ്യുന്നു. മൂന്നാമത്തത് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? റീറ്റെയിലർ ചാർജസ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫ്രം ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ഫ്രോം ദ സെയിം പ്രോഡക്റ്റ്. അല്ലേ, ഒരേ പ്രോഡക്റ്റിന് കസ്റ്റമേഴ്സ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്നും ഓരോ പ്രൈസ് വാങ്ങുക. അപ്പോൾ കസ്റ്റമേഴ്സ് അറിയുന്നില്ലല്ലോ ഈ പ്രോഡക്റ്റിന് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഓരോ കസ്റ്റമർ വരുമ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്നും ഡിഫറെൻറ്റ് പ്രൈസസ് സെയിം പ്രോഡക്റ്റിന് വാങ്ങുന്നതിനാണ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രൈസ്, അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ മുകളിൽ എത്ര ചാർജ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രൈസ് ഇട്ടിട്ട് ആ പ്രോഡക്റ്റിനെ സെയിൽ ചെയ്യുന്നത് ഫസ്റ്റ് ഡിഗ്രി. സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ബേസിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി വാങ്ങുന്നതിനനുസരിച്ച് പ്രൈസ് ചേഞ്ച് വരുത്തുന്നു. തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കൺസ്യൂമേഴ്സിനും സെയിം പ്രോഡക്റ്റിൻ്റെ മുകളിൽ ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്തിട്ട് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തേർഡ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രൈസ് ഗൗജിങ്. പ്രൈസ് ഗൗജിങ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ഗൗജിങ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് പ്രൈസസ്, അതായത് വിലക്കയറ്റം എന്നൊക്കെ പറയില്ല നമ്മൾ, അതാണ് പ്രൈസ് ഗൗജിങ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ price gouging is a pricing strategy in which a retailer increases the price of his product to an unfair or unreasonable extent. അതായത് അൺഫെയർ അല്ലാതെയും
റീസണബിൾ അല്ലാതെയും റീസണബിൾ പ്രൈസിലാണ് നമ്മളൊരു പ്രോഡക്റ്റ് ഒക്കെ വിൽക്കേണ്ടത്. മെയിൻ എത്തിക്കൽ അതൊക്കെയാണ് എത്തിക്കൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എത്തിക്കൽ പ്രാക്ടീസ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്. പക്ഷെ അത് അങ്ങനെയല്ലാതെ അൺഫെയർ ആയിട്ടും റീസണബിൾ പ്രൈസിലും അല്ലാതെ ഒരു പ്രോഡക്റ്റിന് എന്ത് ചെയ്യാം, പ്രൈസ് ഇൻക്രീസ് ചെയ്തും കൊണ്ടിട്ട് പ്രോഡക്റ്റിനെ സെയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതൊരു ടേമാണ് പ്രൈസ് ഗൗജിങ് എന്ന് പറഞ്ഞാൽ. അതായത് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക എന്ത് വിത്ത് അൺഫെയർ ആൻഡ് അൺറീസണബിൾ പ്രൈസിങ് ആയിരിക്കാം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈസ് ഗൗജിങ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈസ് ഗൗജിങ് ഈസ് ഇല്ലീഗൽ ഓർ നോട്ട് എന്നുള്ള ഒരു ഇതുണ്ട്. ഇല്ലീഗൽ ആണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെയാണത് നോക്കുക. Every country in the world follows its own economic policies based on which countries a particular economic activity is illegal. Like different countries or world different opinions regarding price gouging. അതായത് ഇപ്പോൾ പ്രൈസ് ഗൗജിങ് ഇല്ലീഗൽ ആണോ അല്ലയോ ചോദിച്ചാൽ ഡിഫറെൻറ്റ് കൺട്രീസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ തിരിച്ച് ഇല്ലീഗൽ ആയിരിക്കാം, ചില സ്ഥലങ്ങളിൽ അല്ലാതിരിക്കാം. അങ്ങനെയാണ്. അതായത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്നത് നോർമലി നോക്കുമ്പോൾ അത് അത്ര ഒരു ലീഗൽ അല്ലാത്തൊരു കാര്യമല്ലല്ലോ. അത് എന്താ പറയുക, ബിസിനസ്സുകാരൻ്റെ പ്രോഫിറ്റിനനുസരിച്ചല്ലേ. അപ്പം അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇല്ലീഗൽ എന്നും പറയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ ഇല്ലീഗൽ അല്ല എന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് പ്രൈസ് ഗൗജിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് നമ്മൾ നോക്കുന്നത്, സ്റ്റെപ്സ് ടു ഫോളോ പ്രോസസ്സിങ് പ്രൈസ് ബെഞ്ച്. ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, പ്രൈസിങ്ങിൻ്റെ ബെഞ്ച് മാർക്കിംഗ് ഫിക്സ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്ലാനിങ്. ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ആ പ്രോഡക്റ്റിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു പ്രൈസിങ്ങിലും അതായത് നമ്മളെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും നോക്കുക, നമ്മൾ ലാഭവും നോക്കണം. അറ്റ് ദ സെയിം ടൈം കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഒരു ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം പ്രൈസിൻ്റെ ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുന്നത്. ദെൻ അനലൈസ് ചെയ്യണം അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ, മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക, മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നും ഇപ്പോഴത്തെ മാർക്കറ്റിങ്ങിൻ്റെ പ്രോഡക്റ്റ് എന്താണ് വിപണിയിൽ ഇറക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതും കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണെന്നൊക്കെ നമ്മൾ കറക്റ്റ് അനലൈസ് ചെയ്യുക. അതിനനുസരിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യാം. ദെൻ ഇംപ്ലിമെൻറ്റിങ്. മൂന്നാമത്തെ സ്റ്റേജാണ് എന്താ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അതായത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് വിലയിരുത്തുക. ഓക്കെ, അപ്പോൾ അത്രയും സ്റ്റെപ്സാണ്, 3 സ്റ്റെപ്സാണ് പ്രൈസ് ബെഞ്ച് മാർക്കിങ്ങിന് വരുന്നത്. ഓക്കെ, ദെൻ എന്താണ്, പിന്നെ ഓരോരോ ടേംസ് ആണ് നിങ്ങൾക്കത് വായിച്ചാൽ അറിയാം. അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡൈനാമിക്സ്. സപ്ലൈയിലും ഡിമാൻഡിലും വരുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, പ്രൈസിൽ ചേഞ്ച് വരും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, അതായത് ഒരു സപ്ലൈയും ഡിമാൻഡും നമ്മൾ എന്താ പറയുക മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റിൻ്റെ പ്രൈസസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റുന്നു. ഓക്കെ, അതൊരു ടേമാണ് നിങ്ങൾ നോക്കുക. ദെൻ എന്താണ്, റീറ്റെയിൽ സെക്ടറിൽ പ്രൊമോഷൻ ഓഫ് റീറ്റെയിൽ സെക്ടറാണ് നമ്മൾ നോക്കുന്നത്. പ്രൊമോഷൻ ഓഫ് റീറ്റെയിൽ സെക്ടർ, റീറ്റെയിൽ സെക്ടറിൻ്റെ പ്രൊമോഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. ഓക്കെ, അത് നീഡ് ഫോർ എത്തിക്കൽ പ്രൊമോഷൻ റീറ്റെയിൽ. ഒരു റീറ്റെയിൽ സെക്ടറിൽ ഒരു എത്തിക്കൽ പ്രൊമോഷൻ്റെ ആവശ്യമുണ്ട്. അതായത് ഇപ്പം നമ്മൾ റീറ്റെയിൽ ബിസിനസ് ആണല്ലോ നോർമലി ഇവിടെയൊക്കെ നടക്കുന്നത്. ഓക്കെ, ഹോൾസെയിലേഴ്സ് ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ അടുത്ത് ഈ എത്തിക്കലി പ്രൊമോഷൻ്റെ ഒരു ആവശ്യം എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ, കസ്റ്റമർ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് അല്ലേ. നമ്മളൊരു എത്തിക്കലി ആണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ സെയിൽ ചെയ്യുന്നത് എത്തിക്കലി ആണെന്നുണ്ടെങ്കിൽ